Good morning, children. Let's start our chapter more about a keyboard. Previous class we have learned keyboard, some special keys, caps lock, shift key. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിൽ let's review who am I. നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. Next, page number 44. All of you take the page number 44. Some more keys. കൂടുതലായിട്ടുള്ള കുറച്ച് കീസിനെ കുറിച്ചിട്ട്. The other special keys on the keyboard are home key and end key. Other ആയിട്ടുള്ള നിങ്ങൾ ഇനി പഠിക്കാനുള്ള രണ്ട് കീസ് ആണ് home key and end key. Home key, you can use the home key to move the cursor to the beginning of a line. നമ്മൾ cursor സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മോണിറ്റർ സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലിങ്കിങ് ലൈൻ കാണും, ദാറ്റ് ഈസ് എ cursor. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് ഹോം കീ, അത് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിനെയാണ് ഹോം കീ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഐ ലവ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തടിക്കണം, ലെറ്റർ ഐ അടിക്കണം. ലവ് LOV, സ്പേസ് വിട്ടിട്ട് LOV അടിക്കണം. അപ്പോൾ എന്താവും, കേഴ്സർ ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ്ങിൽ അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ കേഴ്സറിൻ്റെ ആ പൊസിഷനെയാണ് നമ്മൾ ഹോം കീ എന്ന് പറയാം. അണ്ടർസ്റ്റാൻഡ്? But what is home key? You can use the home key to move the cursor to the beginning of the line. Beginning, തുടങ്ങുന്ന സ്ഥലത്തുള്ള ആ ലൈൻ കേഴ്സറിനെയാണ് ഹോം കീ എന്ന് പറയാം. നെക്സ്റ്റ് എൻഡ് കീ. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അവസാനിക്കുക, അവസാനം. You can use the end key to move the cursor to the end of a line. അപ്പോൾ ഐ ലവ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് എസും കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ പിന്നെ ബ്ലിങ്കിങ് ലൈൻ ലാസ്റ്റ് അവിടെ ഇങ്ങനെ നിൽക്കും. ആ പൊസിഷനെയാണ് എൻഡ് കീ എന്ന് പറയുന്നത്. എൻഡ്, അവസാനിക്കുക. നമ്മളൊരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു വേർഡോ അടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്ന ആ പൊസിഷനെയാണ് എൻഡ് കീ എന്ന് പറയുന്നത്. അപ്പോൾ എൻഡ് ഓഫ് എ ലൈൻ ഏതാണ്, എൻഡ് കീ. ബിഗിനിങ് ഓഫ് എ ലൈൻ, ഹോം കീ. നെക്സ്റ്റ് ടെക്സ്റ്റ് ടൈപ്പിംഗ്. എങ്ങനെയാണ് ടെക്സ്റ്റ് ടൈപ്പിംഗ് ചെയ്യാൻ നോക്കിക്കേ. ഫോളോ ദീസ് സ്റ്റെപ്സ് ടു ഓപ്പൺ ദ ടെക്സ്റ്റ് ടൈപ്പിംഗ് സ്ക്രീൻ. ടെക്സ്റ്റ് ടൈപ്പിംഗ് സ്ക്രീൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഫോളോ ദ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, ക്ലിക്ക് ഓൺ ദ ഡാഷ് ഐക്കൺ ഓൺ ദ എഡുബണ്ടു ഡെസ്ക്ടോപ്പ്. എഡുബണ്ടു ഡെസ്ക്ടോപ്പിലെ ഡാഷ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് വൺ, ടൈപ്പ് ടെക്സ്റ്റ് ടൈപ്പിംഗ് ഇൻ ദ സെർച്ച് ബാർ. അവിടെ പോയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് എന്താണ് ആവശ്യം അത് സെർച്ച് ചെയ്യാം. തേർഡ് വൺ, ക്ലിക്ക് ഓൺ ടെക്സ്റ്റ് ടൈപ്പിംഗ്. യു വിൽ സീ എ വിൻഡോ ആസ് ഷോൺ. അപ്പോൾ ആ വിൻഡോയിൽ കാണുന്നുണ്ടോ, ടെക്സ്റ്റ് ടൈപ്പിംഗ് എന്ന് കാണുന്നില്ലേ, ഒരു ബ്ലാക്കിൽ കാണുന്നില്ലേ നിങ്ങൾ ടെക്സ്റ്റിൽ. അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സംഗതി ടൈപ്പ് ചെയ്യാം. സെലക്ട് ദ ലെസൺ ഓപ്ഷൻ. നമുക്ക് അവിടെ എന്താണ് ആവശ്യം, ഏത് സെലക്ഷൻ ലെസൺ ആണ് ആവശ്യം എന്ന് വെച്ചാൽ നമ്മളവിടെ സെലക്ട് കൊടുക്കാം. ലെസൺ 1 ആണോ 2 ആണോ 3 ആണോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ തിങ്സ് ആണോ എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. സെലക്ട് എനി വൺ ലെസൺ ഫോർ എ പ്രാക്ടീസ്. പ്രസ് ദ സ്പേസ് ബാർ ടു സ്റ്റാർട്ട് ദ ലെസൺ. സ്പേസ് ബാർ വിട്ടിട്ട് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. പ്രസ് ദ ലെറ്റർ P ടു സ്റ്റാർട്ട് ടൈപ്പിംഗ്. ഇൻ ദിസ് എക്സസൈസ് വി പ്രാക്ടീസ് ദ കീ ടു സ്റ്റാർട്ട് പ്രാക്ടീസിങ്. ഹിറ്റ് ദ P കീ. ആ P കീ നമ്മൾ P ഇങ്ങനെ അടിച്ചങ്ങനെ പോയാൽ P മാത്രം കിട്ടും. അപ്പോൾ നമുക്കതൊക്കെ പ്രാക്ടിക്കലാണ്. സ്കൂൾ തുറന്നിട്ട് സ്കൂളിൽ എത്തിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ടൈപ്പ് S ഷോൺ. താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ S എന്നുള്ളൊരു ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്യുന്ന SSS സ്പേസ് ഇവിടെ SSS. എന്തിനാണ് അത് ചെയ്യുന്നത്, നമ്മളെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു കൈ ഇങ്ങനെയാണ് വെക്കുക, ABCD അല്ല വരിക, LKJHJ ആണ് വരിക. കീബോർഡ് ഒരു കാർഡ്ബോർഡിൽ എഴുതിയിട്ട് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ആ ലെറ്റർ സ്പീഡായിട്ട് കിട്ടുള്ളൂ. നമ്മൾ കീബോർഡ് നോക്കിയിട്ടല്ല ടൈപ്പ് ചെയ്യുക, മോണിറ്റർ നോക്കിയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനെന്ത് വേണം, നമുക്ക് കീബോർഡ് പ്രാക്ടീസ് കിട്ടണം. നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നാലും പ്രാക്ടിക്കലിൽ അല്ലെങ്കിൽ തെർമോകോൾ വെച്ചിട്ട് നിങ്ങളൊരു കീബോർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കൈ പൊസിഷൻ വെക്കുക. ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് കീബോർഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാം. റിസൾട്ട്സ് ആർ ഷോൺ ബേസ്ഡ് ഓൺ യുവർ ടൈപ്പിംഗ് പെർഫോമൻസ്. നമ്മളെ ടൈപ്പിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടോ അതുമാതിരി ആയിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക. ടെക്സ്റ്റ് നോക്കൂ, അതിൽ കൈയിൻ്റെ പൊസിഷനും കൊടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് ഓൾ ദ ലെസൺസ് ടു ലേൺ ടച്ച് ടൈപ്പിംഗ്. ടച്ച് ടൈപ്പിംഗ് ഈസ് ടൈപ്പിംഗ് വിതൗട്ട് യൂസിങ് ദ സെൻസ് ഓഫ് സൈറ്റ് ടു ഫൈൻഡ് ദ കീസ്. നമ്മൾ കീയിലേക്ക് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യേണ്ട, അത്രയും സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രസ് ദ എസ്കേപ്പ് കീ ടു ഗോ ബാക്ക് ടു ദ മെയിൻ മെനു. സെലക്ട് ദ ക്വിറ്റ് ഓപ്ഷൻ ടു എക്സിറ്റ് ദ ടെക്സ്റ്റ് ടൈപ്പിംഗ് പ്രോഗ്രാം. നമുക്ക് ഇത് ഒഴിവാക്കണമെങ്കിൽ എസ്കേപ്പ് അടിക്കാം, അല്ലെങ്കിൽ ക്വിറ്റ് ഓപ്ഷൻ അടിച്ചാൽ നമുക്ക്
അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പുറത്തേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലെസൺ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെസൺ 5 മോർ അബൌട്ട് എ കീബോർഡ്. അതിൽ കീബോർഡിൻ്റെ പിക്ചറിൽ നമ്പർ കീ, ബാക്ക് സ്പേസ് കീ, ഡെലിറ്റ് കീ, ആൽഫബറ്റ് കീ, സ്പേസ് ബാർ കീ, എൻ്റർ കീ, ആരോ കീ, അത്രയും കീ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കീബോർഡ് ഒന്ന് നോക്കിയിട്ട് തെർമോക്കോളിലോ കാർഡ്ബോർഡിലോ വരയ്ക്കുക. ഓരോ കീസും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്പർ കീ, യൂസ് ടൈപ്പ് നമ്പേഴ്സ്, അതുപോലെ ആൽഫബറ്റ്, സ്പേസ് ബാർ, എൻ്റർ, ഓരോ കീസും നിങ്ങളത് ടെക്സ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. പേജ് നമ്പർ 41. പിന്നെ സ്പെഷ്യൽ കീസ് നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ചത് ക്യാപ്സ് ലോക്ക് കീ ആൻഡ് ഷിഫ്റ്റ് കീ. അത് കഴിഞ്ഞിട്ട് പഠിച്ചത് സം മോർ കീസും കൂടെ നിങ്ങൾ അതിൽ പഠിക്കുന്നത് ഹോം കീ ആൻഡ് എൻഡ് കീ. ഹോം കീ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദ ലൈൻ, എൻഡ് കീ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് എ ലൈൻ. പിന്നെ ടെക്സ്റ്റ് ടൈപ്പിംഗ് ആണ്, അത് പ്രാക്ടിക്കലാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എക്സസൈസ് പേജ് നമ്പർ 46. ടിക്ക് ദ കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരം ടിക്ക് ഇടാൻ. Question number 1. Which symbol would appear if you press key without pressing a shift key? സിമ്പിൾ അടിക്കണമെങ്കിൽ ഷിഫ്റ്റ് കീയിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ എ ആണ് അതിൻ്റെ ആൻസർ. വിച്ച് സിമ്പിൾ വുഡ് അപ്പിയർ ഇഫ് യു പ്രസ് കീ വിത്തൗട്ട് പ്രസ്സിങ് എ ഷിഫ്റ്റ് കീ? ആൻസർ ഈസ് എ. പുട്ട് ദ ടിക്ക് മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2. Find the key with the symbol on it. What number is on that keyboard? കീബോർഡിൽ എവിടെയെന്നൊന്നും നിങ്ങൾ ടെക്സ്റ്റിൽ ഇപ്പോൾ കാണിക്കുന്നില്ല, നോക്കിയാൽ മതി. ആൻസർ ഈസ് ബി. What should you get if you press number key 8 along with the shift key? Answer is A. Fourth one. Which key moves the cursor to the end of a line? ഇപ്പോൾ നമ്മൾ പറഞ്ഞു end. Answer is B. Next, filling the blanks, choose words from the given option. ബ്രാക്കറ്റിൽ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതണം. സെയിം ആസ് നോട്ടിലേക്ക് ഒരു പ്രാവശ്യം എഴുതി പഠിക്കണം. Question number 1. The dash gives blank spaces between words. The dash gives blank spaces between words. രണ്ട് വാക്കുകൾ തമ്മിലുള്ള സ്പേസ് വിടണമെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സ്പേസ് ബാർ ആണോ ബാക്ക് സ്പേസ് ആണോ? Correct answer is space bar. Second one. There are dash shift key on the keyboard. കീബോർഡിൽ എത്ര ഷിഫ്റ്റ് കീ ഉണ്ട്? 2 ആണോ 3 ആണോ? 2 or 3? Correct answer 2. Third one. The combination of shift key and number key gives a dash. Punctuation mark simple. എന്താ വേണ്ടത്? ഷിഫ്റ്റ് കീയിൽ നമ്പർ കീ നമ്മൾ നോക്കണമെങ്കിൽ സിമ്പിൾ ആണ് കറക്റ്റ് ആൻസർ. Fourth one. The dash key is used to bring the cursor to the beginning of the line. Cursor start ചെയ്യുന്ന ബിഗിനിങ് ചെയ്യുന്ന അതിനെ കഴ്സറിന് എന്താണ് പറയുക? എൻഡ് ആണോ ഹോം ആണോ? ഹോം കീ അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ആൻസർ ഈസ് സ്പേസ് ബാർ. സെക്കൻഡ് വൺ 2. തേർഡ് വൺ സിമ്പിൾ. ഫോർത്ത് വൺ ഹോം. The home key is used to bring the cursor to the beginning of the line. അപ്പോൾ 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങളത് നോട്ടിലേക്ക് എഴുതാം. നെക്സ്റ്റ് റൈറ്റ് T for true or F for false. ശരിയായ ഉത്തരമാണെങ്കിൽ ട്രൂ എന്നിൽ T എഴുതാം. ക്വസ്റ്റ്യൻ ആൻസർ റോങ് ആണെങ്കിൽ false എന്നതിൻ്റെ F സ്റ്റാർട്ടിംഗ് ലെറ്റർ എഴുതാം. Listen. We use the caps lock key to type small letters. ക്യാപ്സ് ലോക്ക് കീ നമ്മൾ സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? അല്ല, ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനാണ് ക്യാപ്സ് ലോക്ക് കീ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് വാസ് false. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് എഴുതണം? F എന്ന് എഴുതാം. Question number 2. We use the shift key along with other keys. True. Third one. We use the shift key to give spaces between words. That is the statement was false. F. We use the home key to move the cursor to the beginning of the line. Home key എവിടെയാണ്? beginning of the line. That is the statement was true. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് എഴുതണം? T for true. Fifth one. We use the end key to move the cursor to the end of a page. പേജിൻ്റെ എൻഡിൽ അവസാനിക്കുന്നതാണ് end key. cursor അവിടെ മൂവ് ചെയ്ത് നിൽക്കുന്നത്. That is the statement was true. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് എഴുതണം? T. അപ്പോൾ question number 1 false. Question number 2 true. Third one false. Fourth one true. Fifth one true. അതും നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ആൻസർ എഴുതുക. നോട്ട്ബുക്കിലേക്ക്
എയും ബിയും സിയും എ ടിക്ക് ഇട്ടാൽ മതി, ബിയും സിയും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് 1 ടൈം ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് എഴുതാം. ട്രൂ ഓർ ഫോൾസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഫോൾസ് എന്നാണെങ്കിൽ അത് എഴുതുക. ടെക്സ്റ്റ് തറോ റീഡ് ചെയ്യുക. ഇനി അതിലുള്ള ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് മിസ്സ് നാളെ വാട്സപ്പ് ചെയ്ത് തരാം. 3 ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. പിന്നെ അതിലുള്ള ആക്ടിവിറ്റീസ് പേജ് നമ്പർ 48, 49 നിങ്ങൾ സ്വന്തം ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ടെക്സ്റ്റ് റീഡ് ചെയ്യുക, നിങ്ങളത് സ്വന്തം ആക്ടിവിറ്റീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.